ശ്രീ LK അദ്വാനി BJP ലീഡറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. വളരെ സീരിയസ് ആയിരുന്നു. 2 ദിവസം മുമ്പ് ICUയിലേക്ക് ആയിരുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചു. ICUയിൽ നിന്ന് മാറ്റും എന്ന് ഡോക്ടേഴ്സ് അനൗൺസ് ചെയ്തു. ശ്രീ അദ്വാനി ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയിരുന്നത്? ഇന്ദ്രപ്രസ്ഥ അപ്പോളോ. വലിയ വലിയ ഫെസിലിറ്റികളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലല്ലേ. നമ്മുടെ മന്ത്രിമാർക്കാർക്കും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും പോകണ്ടേ? എന്താ കാര്യം? അപ്പോൾ പ്രൈവറ്റ് സെഗ്മെൻറ്റിലുള്ള വലിയ വലിയ ആശുപത്രിയിൽ പോകാനാണ് മന്ത്രിമാർക്കൊക്കെ താല്പര്യം. പക്ഷേ അതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഗൂഗിളിൽ ഇൻ്റർനെറ്റിൽ തപ്പിയാൽ കിട്ടില്ല. കാരണം എന്താണെന്ന് പറയുന്നത്, അത് നാഷണൽ സെക്യൂരിറ്റിയുടെ വിഷയമാണ്. അത് പുറത്ത് ഒക്കെ പബ്ലിക്കിന് അത് ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സുരക്ഷയെ അത് ബാധിക്കും. അതുകൊണ്ട് ഈ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് പറയാൻ പാടില്ല. അല്ലെ ആരൊക്കെ ഏതൊക്കെ ആശുപത്രിയിൽ പോകുമെന്ന് പറയാൻ പാടില്ല. ഞാൻ ഇവരേത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാമെന്ന് ചോദിച്ചില്ല. ഞാൻ ചോദിച്ചെന്താണ്, ആരൊക്കെയാണ് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് നേടുന്ന മന്ത്രിമാർ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അല്ല പ്രൈവറ്റ് ആശുപത്രിയിൽ അവർ പോകുന്നുണ്ടോ, അവർ ഏത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയെന്നല്ല ചോദിച്ചത്. പ്രൈവറ്റ് എല്ലാം പ്രൈവറ്റാണ് എനിക്ക്, അല്ലാതെ വലിയ പ്രൈവറ്റും ചെറിയ പ്രൈവറ്റും ഒന്നുമില്ല. അവിടെയാണ് ഈ കളികളുടെ കിടപ്പ്. ആർക്കും തന്നെ ഈ എയിംസ് എന്ന് പറയുന്ന വലിയ ആശുപത്രികളിലൊന്നും പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഇടയ്ക്ക് ഫോർമലായിട്ടൊക്കെ ഇവർ അവിടേക്ക് ഒന്ന് പോയെന്നൊക്കെ ഇരിക്കും. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനൊക്കെ കേസൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ നേരെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകും. 10 വർഷത്തെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. കോടിക്കണക്കിന് രൂപയാണ് മോഡി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചിലവാക്കുന്നത്. ഹോസ്പിറ്റലുകളെല്ലാം അങ്ങ് കണ്ടമാനം അങ്ങ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അല്ലെ റെനോവേഷൻ നടക്കുന്നു, പുതിയ പുതിയ ഫെസിലിറ്റീസ് ആഡ് ചെയ്യുന്നു, വലിയ വലിയ CT സ്കാൻ, MRI, പിന്നെ ഓരോ ഹോസ്പിറ്റലിലും ഓപ്പറേഷൻ തിയേറ്ററുകളുടെ എണ്ണം കൂട്ടുന്നു, ഈ മെഷീൻ ഇമ്പോർട്ട് ചെയ്യുന്നു, പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പുതിയ വാർഡ് തുടക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. കേൾക്കുമ്പോൾ ഒരുമാതിരി ഒരു പുളകം കൊള്ളാനുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പറയുന്നത്. പൊതുജനങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പക്ഷേ ഉപകാരം ഉണ്ടായേക്കും. ഞാൻ പറഞ്ഞു വരുന്ന സബ്ജക്റ്റ് മന്ത്രിമാരെ കുറിച്ചാണ്, MP മാരെ കുറിച്ചാണ്. കേന്ദ്രമന്ത്രിമാർ മാത്രമല്ല, സ്റ്റേറ്റിലെ മന്ത്രിമാരെ കുറിച്ചും കൂടിയാണ്. ഇവർക്കാർക്കും ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ആശുപത്രിക്ക് വേണ്ടി ചെലവാക്കുന്നത് എന്താ, ഇവർക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ടാണോ? ഈ കോടിക്കണക്കിന് രൂപ എന്ന് പറയുന്നുണ്ടല്ലോ, അത് സത്യമാണ്. എനിക്കറിയാവുന്ന, ഞാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫീൽഡിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാക്കിയാണ് ഞാൻ അതിലൊരു എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണലാണ്. ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം, ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, NABH. ഈ NABHൻ്റെ ഗൈഡ് ലൈൻ പ്രകാരം ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാക്കണമെങ്കിൽ, അതായത് ആ റൂം വിത്ത് കംപ്ലീറ്റ് ഫെസിലിറ്റി എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം 20 ലക്ഷം രൂപയാവും. പിന്നെ അതിൻ്റെ മുകളിലുള്ള GSTയും കൂടെ. നല്ല തിയേറ്റർ, ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ ചെയ്ത് ഒരു, നമ്മൾ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി തിയേറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു 20 ലക്ഷം രൂപ. പിന്നെ അതിനുള്ളിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഓപ്പറേഷൻ ടേബിൾ, ഓപ്പറേറ്റിംഗ് ലൈറ്റ്, പിന്നെ അനസ്തേഷ്യ മെഷീൻ, അങ്ങനെയുള്ള കോസ്റ്റ്ലി മെഷീൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു 15 ലക്ഷം രൂപ. ചിലപ്പോൾ അത് ചില ഡോക്ടർമാർക്ക് ചില സ്പെഷ്യൽ ബ്രാൻഡ് തന്നെ വേണം. ആ 15 ലക്ഷം ആയിരിക്കും. അപ്പോൾ 40 ലക്ഷം രൂപയ്ക്ക് ഒരു നല്ല ഹൈടെക് ഓപ്പറേഷൻ തിയേറ്റർ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഗവൺമെൻറ് സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ 40 ലക്ഷം രൂപ എന്നുള്ളത് 80 ലക്ഷം രൂപ തൊട്ട് മുകളിലേക്കാണ്. ചിലടത്ത് 1 കോടി, 1.25 കോടി, 1.5 കോടി, ചില സ്ഥലങ്ങളിലൊക്കെ 2 കോടിക്ക് വരെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ചെയ്യുന്നുണ്ട്. എന്താ ഈ 2 കോടിയുടെ എക്യുപ്മെൻ്റ് അതിനകത്തിരിക്കുന്നത്? ഞാൻ പല സ്ഥലങ്ങളിലും പോയി. പ്രൈവറ്റ് സെഗ്മെൻറ്റിൽ 40 ലക്ഷം രൂപയ്ക്ക് തീരുന്ന ഒരു തിയേറ്റർ ഗവൺമെൻറ് സെഗ്മെൻറ്റിൽ വരുമ്പോൾ 80 ലക്ഷം രൂപ തൊട്ട് മുകളിലേക്കാണ്. അല്ലെങ്കിൽ ഒരു തിയേറ്ററിന് ഏകദേശം നമുക്ക് റഫായിട്ട് പറഞ്ഞാൽ 1 കോടി രൂപ ചിലവാക്കുകയാണ്. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ് ഗവൺമെൻറ് സെഗ്മെൻറ്റിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അല്ലെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ. അവിടുത്തെ ഡോക്ടർമാരോ എല്ലാവരും നല്ല ഹൈ ലെവലിൽ മാർക്കൊക്കെ വാങ്ങിച്ച് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല നിലയിൽ വന്നവരാണ് സർജൻസൊക്കെ. ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ICU ഉണ്ട്, CCU ഉണ്ട്. ഇതിന് മുകളിലും കോടിക്കണക്കിനാണ് ചിലവാക്കുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഗവൺമെൻറ് കാശ് ചിലവാക്കുന്നുണ്ടെങ്കിലും നേതാക്കന്മാർക്ക് പ്രൈവറ്റ് സെഗ്മെൻറ്റിലാണ് താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 40 ലക്ഷം രൂപ എവിടെ, 1 കോടി രൂപ എവിടെ? അപ്പോൾ ഈ ഇടയ്ക്കുള്ള 60 ലക്ഷം രൂപ എവിടെ പോയി? ചില ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സൊക്കെ പറയും, ഞങ്ങൾ 10% സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കണം,
പിന്നെ 3 വർഷത്തേക്ക് CMC AMC ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സാധാരണ പ്രൈവറ്റ് സെഗ്മെൻറ്റിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു 10-15% കൂട്ടിയിടേണ്ടി വരും. ഇത് 10-15% എന്തിനാ? നിങ്ങളൊരു 25% കൂട്ടിയിടും. 40 ലക്ഷം രൂപയുടെ മുകളിൽ 25% കൂടിക്കുക 50 ലക്ഷം ആവും. പക്ഷെ ഇതെങ്ങനെയാണ് 1 കോടി ആവുന്നത്? ഇതൊക്കെ ചിലവായി പോവുകയാണ്. ചിലവായി അല്ല, ചിലവായിൽ. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുക, അതല്ലെങ്കിൽ മറ്റുള്ള വീഡിയോകൾ ന്യൂസ് ചാനലുകാർ ഇട്ടൊക്കെ ഒന്ന് കാണുക. എന്തായിരുന്നു ഇലക്ട്രൽ ബോണ്ട്, കാശൊക്കെ എവിടെ പോയി, എങ്ങനെ പോയി, ആര് കൊടുത്തു എന്നുള്ളതൊക്കെ. അപ്പോൾ വൻതോതിൽ ഇവിടെയൊക്കെ കാശ് ചിലവാക്കുന്നുണ്ടെങ്കിലും ആ ഇൻഫ്ര എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോൾ, എൻഡ് യൂസർക്ക് കിട്ടിക്കഴിയുമ്പോൾ, അതും ഈ പ്രൈവറ്റ് സെഗ്മെൻറ്റ് ചെയ്ത ആ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ഓർഡർ വാല്യൂ, ബഡ്ജറ്റ് ഗവൺമെൻറ് സെഗ്മെൻറ്റിൽ വരുമ്പോൾ കൂടുന്നത് മാത്രമേ ഉള്ളൂ. ഈ മന്ത്രിമാരൊക്കെ ഇവർ പ്രൈവറ്റ് സെഗ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന ഗുണം എന്താണ്? അവർക്ക് അവിടെ VIP ട്രീറ്റ്മെൻറ്റ് കിട്ടും. അവർ പറയുന്ന പോലത്തെ ട്രീറ്റ്മെൻറ്റ് അവർക്ക് കിട്ടും. പക്ഷേ ഗവൺമെൻറ് സെഗ്മെൻറ്റിൽ അത്രയും കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനൊക്കെ അക്കൗണ്ട് കാണിക്കേണ്ടി വരും. പ്രൈവറ്റ് സെഗ്മെൻറ്റ് ആകുമ്പോഴത്തേക്കും ഈ ബില്ലിനെയൊക്കെ വേണ്ട രീതിയിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ആ ബില്ലിൽ എഴുതുന്ന ഓരോ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അത് മാറ്റി എഴുതാൻ പറ്റും. പിന്നെ അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഇവർക്കൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ കിട്ടും. ഇത്രയൊന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം അത് മീഡിയ അറിയും, അത് ചിലപ്പോൾ ലീക്കായി പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്. അവരുടേതായ ചില പേഴ്സണൽ സീക്രട്സ് ഉണ്ട്. അവരതിനെ പ്രൈവസി എന്ന് പറയും. പക്ഷെ അത് പ്രൈവസി അല്ലത്, പേഴ്സണൽ സീക്രട്സ്. ഈ ചില കാര്യങ്ങളൊക്കെ ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവരൊക്കെ പ്രൈവറ്റ് ആശുപത്രിയിലേ പോവുള്ളൂ. അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ നോക്കിയോളൂ, എത്ര പേര് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു, നല്ല ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു, നല്ല ഫെസിലിറ്റി ഉണ്ടെന്ന് ആരെങ്കിലുമൊക്കെ പറയുമല്ലോ. നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഏതായാലും റെക്കോർഡ് പുറത്തു വിടത്തില്ല ആരെവിടെ പോകുന്നുള്ളത്. അതൊക്കെ ഇൻറ്റേർണലി അതിൻ്റെ എക്സ്പെൻസൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് പോകും. അതിനകത്ത് ഭരണപക്ഷം പ്രതിപക്ഷമൊന്നും ഇല്ല. എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിച്ച് നേതാക്കന്മാർക്ക് വേണ്ടി കാശ് ചിലവാക്കിക്കൊണ്ടേയിരിക്കും. എവിടെ? ഈ പ്രൈവറ്റ് ആശുപത്രികളിൽ.